ആശാൻ കൊച്ചിനെടുക്ക്. അപ്പൊ ആദ്യം ഓടി വരുന്ന ആരായിരിക്കോ അവരായിരിക്കും ഇതിന്റെ അച്ഛനമ്മയും. എടാ നീ എന്നെ തല്ലുകൊള്ളിക്കാൻ പ്രതിജ്ഞ എടുത്ത് വന്നിരിക്കുകയാണല്ലേ. ആശാൻ ഈ കുഞ്ഞിനെടുക്ക്. എടുക്കാശാന്റെ. ഡേയ് നീ കാര്യത്തിൽ തന്നെ പറയുന്നേ. ഓ എടുക്ക്. ഞാൻ എടുക്കാൻ പോവാണേ. അയ്യോ ഇത് നിങ്ങളുടെ കുഞ്ഞാണോ? അതെ. അതിപ്പോ ഈ കുഞ്ഞിനെ ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലായി. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ കൊച്ചിനെ കുറച്ചു സമയത്ത് ഞങ്ങൾക്കൊന്ന് വേണമായിരുന്നു. എന്നത്? ഈ കൊച്ചിനെ കുറച്ചു സമയത്തേക്ക് ഞങ്ങൾക്കൊന്ന് വേണമായിരുന്നു. കണ്ടില്ല അച്ഛനെ, ഇത്രേ ഉള്ളൂ കാര്യം. അയ്യോ അയ്യോ ഓടി വാങ്ങി കുഴந்தை തട്ടിക്കൊണ്ട് പോകാൻ വന്നിருக்கு. എന്നടി யாரு இவமாரு? നമ്മുടെ കുഴந்தை ചോദിച്ചു വന്നിருக்கு. എനിക്ക് ഇവങ്ങളെയൊന്നും തെരിയാൻ പാടില്ലണ്ണ. പട്ടാപ്പകൽ ഇവന്മാര് കൊച്ചിനെ പിടിക്കാൻ വന്നിരിക്കുന്നോ? എന്താ? ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ കുഞ്ഞിനെ ഒന്ന് കാണിക്കാനാ. എന്റെ മണിവാള് പുറത്തമ്മേ. 10 മിനിറ്റ് കൊടുക്കണ കാശ്. കാണിച്ചു കഴിയുമ്പോ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ കയ്യിൽ വെച്ച് തരും. ഒന്നാക്കണ്ട 2 എണ്ണം തന്നേക്കാം പോരെ? ഉടായ്പൊന്നും അല്ലല്ലോ. ഒരു ഉടായ്പ അല്ല ചേട്ടാ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാ. ചേട്ടന്റെ ഭാര്യ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. ആ ശരി, കാശ് ഓക്കെ ആണെങ്കി നമ്മൾ ഓക്കെ. എന്നാ ഡബിൾ ഓക്കെ, ട്രിപ്പിൾ ഓക്കെ. ഞങ്ങളെ കൊണ്ട് ശിവനങ്കള് വരുമോ? ഇല്ല. പിന്നെ പൊന്നിയാണ്ടിയാണ് ഞങ്ങളെ കൊണ്ടുവന്നേ. ആ അതെ. അപ്പൊ നമ്മൾ ഓട്ടോയിലാണോ പോകുന്നേ? അറിയില്ല, സത്യാമ്മ പറയുന്ന പോലെ ചെയ്യാം. ആഹാ, മക്കളമാർ സ്കൂളിൽ പോ ഒരുങ്ങോ അല്ലയോ? അമ്മ എന്തിയേ? അമ്മയ്ക്കൊപ്പം ആണോ നിങ്ങൾ സ്കൂളിലോട്ട് പോന്നേ? അല്ല, അതിന് അമ്മയെ സത്യാമ്മ തല്ലി പുറത്താക്കി വാതിലടച്ചില്ലേ. പിന്നെ അമ്മ എങ്ങനെ ഇവിടെ നിൽക്കുന്നേ? അമ്മയെ തല്ലി പുറത്താക്കിയെന്നാ? ഒരുപാട് തല്ലി വെച്ചോ, ഒരുപാട് വഴക്കും പറഞ്ഞു. അമ്മ കരഞ്ഞോണ്ടാ പോയെന്നാ? എങ്ങോട്ടു? അതറിയില്ല. തല്ലല്ലേ ഞങ്ങൾ ഒരുപാട് പറഞ്ഞു, പക്ഷെ സത്യാമ്മ കേട്ടില്ല. എന്തോന്നാ പൊന്നി ഇതൊക്കെ? രാഘവൻ സാറ് വൈദ്യരുടെ അടുത്ത് പോയപ്പോഴായിരുന്നു പിന്നെ സാറിനോട് പറയണ്ടെന്ന സത്യാമ്മ പറഞ്ഞത്.